നമസ്കാരം. മധ്യപ്രദേശിൽ ബി.ജെ.പി. ഭരണ തുടർച്ച നേടിയിട്ടും കോൺഗ്രസ് കോട്ടയെന്ന് അവർ പറഞ്ഞുകൊണ്ടിരുന്ന രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ഒക്കെ അധികാരം പിടിച്ചിട്ടും ഏതാനും ആഴ്ചകൾ മാത്രമേ ആവുന്നുള്ളൂ. നമുക്കറിയാം, ഛത്തീസ്ഗഡ് ആയിരുന്നു ഇതിലേറെ രാജ്യത്തെ തന്നെ അമ്പരിപ്പിച്ച ഒരു വിജയം എന്ന് പറയുന്നത്. നിലവിൽ എന്തായാലും ഛത്തീസ്ഗഡിൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഗോത്രമുഖവും മുൻ കേന്ദ്രമന്ത്രിയും ഒക്കെ ആയിരുന്ന വിഷ്ണുദേവ് സായി സർക്കാരാണ് ഭരിക്കുന്നത്. ആ വിഷ്ണുദേവ് സായി സർക്കാരിന്റെ ആദ്യത്തെ നേട്ടം എന്ന നിലയിൽ ഛത്തീസ്ഗഡിൽ നിന്നും ഇപ്പോൾ ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതും രാജ്യം 75ാമത് റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്കിടയിൽ മുഴുകവെയാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നത്. നമുക്കറിയാം, നക്സൽ പ്രവർത്തനങ്ങൾക്ക് ഏറെ കുപ്രസിദ്ധി ആർജിച്ച സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഛത്തീസ്ഗഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതാ ഛത്തീസ്ഗഡിലെ സുക്മ ജില്ലയിലെ ചിന്ത ഗുഫയിൽ ആദ്യമായി ദേശീയ പതാക ഉയർന്നിരിക്കുന്നു. സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നക്സൽ മേഖലയാണ് ഇത് എന്നുകൂടി എടുത്തു പറയേണ്ടതുണ്ട്. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് വിരുദ്ധ പ്രവർത്തനങ്ങൾ ഏറെ സജീവമായി തന്നെ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ പ്രദേശത്ത് സൈന്യത്തിന് കടന്നു കയറാൻ സാധിച്ചിട്ടുള്ളത്. ഈ നക്സൽ കോട്ടയിലേക്ക് സൈന്യം കയറി ചെന്ന് അവിടെ ദേശീയ പതാക ഉയർത്തിയിരിക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. നിലവിൽ എന്തായാലും ഈ ഒരു പ്രദേശത്ത് നക്സലുകളെ ഏറെ ഉള്ളിലേക്ക്, അതായത് കാടുകളിലേക്ക് മറ്റും തുരത്താൻ സൈന്യത്തിന് സാധിച്ചിട്ടുമുണ്ട്. സുക്മ ബിജാപൂർ അതിർത്തിയിലാണ് ഈ ചിന്ത ഗുഫ എന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. മാവോയിസ്റ്റ് നേതാവ് ഹിത്മയുടെ നേതൃത്വത്തിലുള്ള ഏറെ അപകടകരമായ, അല്ലെങ്കിൽ ഏറെ സൈനികരെ ഇതിനു മുൻപ് കൊന്നിട്ടുള്ള പീപ്പിൾസ് ലിബറേഷൻ ഗർല ആർമി ബറ്റാലിയന്റെ കോട്ടയായിരുന്നു ഒരു കാലത്ത് ആ ഒരു പ്രദേശം എന്ന് പറയുന്നത്. പക്ഷേ അതിനുശേഷം മോദി ഭരണകൂടം അധികാരത്തിൽ വന്നതിന് ശേഷം ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് വിരുദ്ധ പ്രവർത്തനങ്ങൾ ഏറെ സജീവമായി നടക്കുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ചകളിലാണ് നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത് ഇനി ഈ രാജ്യത്ത് നിന്നും തുടച്ചു നീക്കാൻ പോകുന്നത് കമ്മ്യൂണിസ്റ്റ് ഭീകരവാദത്തെ ആയിരിക്കുമെന്ന്. അതിന്റെ ഒക്കെ ഫലമായി തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള നക്സൽ ബാധിത പ്രദേശങ്ങളിലേക്ക് സൈന്യത്തിന് കൂടുതൽ ആധിപത്യം നേടാൻ സാധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷമാണ് ദന്തേവാഡ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നക്സൽ ആക്രമണത്തിൽ നിരവധി സൈനികർ കൊല്ലപ്പെട്ടത്. അതിനൊക്കെയുള്ള ഒരു പകരം വീട്ടൽ എന്ന നിലയ്ക്ക് തന്നെയാണ് ഇപ്പോൾ ഈ നക്സൽ ബാധിത പ്രദേശത്ത് സൈന്യം ഇന്ത്യൻ പതാക ഉയർത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് സിറ്റി മലയാളം.